Hi, hello, welcome back to It's All About Mofos. ഗൈസ്, ഞാൻ അത്ര ഗുഡ് മൂഡിലല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ സ്പെക്സ് കാണാതായി. അപ്പോൾ നിങ്ങൾ വിചാരിക്കും പിന്നെ ഇതെന്താ സാധനം. അതല്ല ഗൈസ്, ഞാൻ ഇതിന് മുന്നിട്ട വീഡിയോയിൽ വേറൊരു സ്പെക്സ് ഇട്ടിട്ടില്ലായിരുന്നു. സോ അതെൻ്റെ ഡെയിലി യൂസ് സ്പെക്സ് ആയിരുന്നു. അത് കാണാതായി. എവിടൊക്കെ തിരഞ്ഞിട്ടും ഈ വീട്ടിലുള്ള എല്ലാ സ്ഥലം തിരഞ്ഞിട്ടും എവിടുന്നും കിട്ടിയിട്ടില്ല ഗൈസ്. സോ അതിൻ്റെ ഒരു സങ്കടത്തിലാണ് ഞാൻ. എൻ്റെ ഫേവറേറ്റ് സ്പെക്സ് ആയിരുന്നു. ഞാനിങ്ങനെ ഇത്രയും കാലമായിട്ട് എൻ്റെ അടുത്തുനിന്ന് എൻ്റെ സ്പെക്സോ വേറെ എന്തെങ്കിലും ചെറിയ സാധനങ്ങൾ കാണാതാവല്ലാതെ എൻ്റെ സ്പെക്സ് ഇത്രയും കാലമായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിട്ടില്ല. ഞാൻ ഇപ്പോൾ സ്പെക്സ് യൂസ് ചെയ്യുന്ന എത്ര കാലമായെന്ന് അറിയോ? എൻ്റെ +1 ഞാൻ സ്പെക്സ് യൂസ് ചെയ്യാൻ തുടങ്ങിയതാ. ഇപ്പം എത്ര കാലമായിട്ടുണ്ടോ? ഒരു 7-8 കൊല്ലമായിട്ടുണ്ടാവും. ഞാൻ 7-8-9 ഏകദേശം 7-8 കൊല്ലമായിട്ടുണ്ടാവും ഞാൻ സ്പെക്സ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇതുവരെയായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് സ്പെക്സ് മിസ്സായിട്ടില്ല. ഓക്കെ, ഞാൻ അവിടെ എവിടെയെങ്കിലും വെച്ച് മറക്കുക, എന്നിട്ട് അത് തിരഞ്ഞെടുക്കുമ്പോൾ അത് ഓൾറെഡി നോർമലി കിട്ടുമല്ലോ, അങ്ങനെ ആയിട്ടുള്ളൂ. അതുപോലെ ഇതും കിട്ടും വിചാരിച്ചു. പക്ഷേ എത്ര ദിവസം 3 ദിവസമായി കാണാനായിട്ട്. ഞാൻ വിചാരിച്ചു അവിടെ എവിടെയെങ്കിലും ഉണ്ടാവുന്നു. പക്ഷെ ഇതുവരെയായിട്ട് എൻ്റെ സ്പെക്സ് കിട്ടിയില്ല. എൻ്റെ ഫേവറേറ്റ് സ്പെക്സ് ആയിരുന്നു. ഈ 2 സ്പെക്സ് ഞാൻ മേടിച്ചിട്ടുണ്ട്. ഒന്ന് ഇതും ഒന്ന് അതും. അത് ഡെയിലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ചിരുന്നു. പക്ഷേ മിസ്സായിപ്പോയി ഗൈസ്. ആൻഡ് ഗൈസ്, ഞാൻ 2 സ്പെക്സ് മേടിച്ചിട്ടുണ്ട് ഇപ്രാവശ്യം. നോർമലി ഒരു സ്പെക്സ് വെച്ചിട്ടാണ് ഞാൻ ഇത്രയും കാലം എൻ്റെ ലൈഫ് ഇങ്ങനെ ഓട്ടിക്കൊണ്ടുള്ളത്. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ 2 സ്പെക്സ് മേടിച്ചിട്ടുണ്ട്. ഞാൻ പറയട്ടെ, അതൊന്ന് ലൈക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു നമ്മൾ മുതലാക്കാന്ന് പറയില്ല ഒരു സാധനം, അങ്ങനെ പോലും ആയിട്ടില്ല. അപ്പോഴത്തേനത് പോയതിന് ഭയങ്കര സങ്കടമുണ്ട്. ഞാൻ അങ്ങനെ സങ്കടമുള്ള കാര്യം ഇങ്ങനെ ചിരിച്ചും കൊണ്ട് പറയാൻ നിങ്ങൾക്ക് തോന്നും. പക്ഷെ അല്ല, എൻ്റെ ഉള്ളിൽ നല്ല സങ്കടമുണ്ട്. ഞാൻ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞങ്ങാണ്ട് ചിരിച്ചങ്ങാണ്ട് പറയുന്നത് അതൊന്നും നോക്കണ്ട. ഞാൻ ഇന്നലെ ഫുള്ളിരുന്ന് മൂങ്ങുകയായിരുന്നു. ഇവിടെ ഓടി നടന്ന് അന്വേഷിക്കുമ്പോൾ മൂങ്ങിയും കൊണ്ട് എൻ്റെ സ്പെക്സ് കാണില്ല. അതാണ് എൻ്റെ ട്യൂൺ. അപ്പോൾ വീട്ടുകാരൊക്കെ മുന്നിൽ ഞാൻ അങ്ങനെയാണ്, എൻ്റെ സ്പെക്സ് കാണില്ല എന്നിട്ട് കരഞ്ഞ് കണ്ണിന്ന് വെള്ളമൊക്കെ ഒലിപ്പിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഉച്ച വൈകുന്നേരം ഈവനിങ് വരെ ഞാൻ നടന്നിരുന്നത്. ബട്ട് ഇപ്പം ഞാൻ ഓക്കെ ആയി. ബിക്കോസ് സ്പെക്സ് ഇനി കണ്ടെത്താൻ കഴിയില്ല എന്ന് എനിക്ക് എൻ്റെ മനസ്സിനെ എൻ്റെ മൈൻഡിനെ ഞാൻ തന്നെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. ഇവിടെ ഇല്ല, നിൻ്റെ അടുത്തുന്നത് കളഞ്ഞു പോയി, അപ്പോൾ ഇനി പുതിയത് വാങ്ങേണ്ടി വരും. അതുകൊണ്ട് നീ സമാധാനിപ്പിക്കുമെന്ന് എൻ്റെ മനസ്സിനെ തന്നെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയതുകൊണ്ട് ഇപ്പം ഞാൻ ഏകദേശം ഓക്കെ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ ചിരിച്ച് പറയില്ല കേട്ടോ. കിട്ടിയാൽ നമ്മുടെ ഉത്സവമായിരിക്കും, എപ്പോഴും പറയാം. ഗൈസ്, ഞാൻ പറഞ്ഞു വന്നത് എന്താണ്, ഞാൻ 2 സ്പെക്സ് ഈ പ്രാവശ്യം മേടിച്ചിരുന്നു. നോർമലി ഞാൻ ഒരു സ്പെക്സാണ് മേടിക്കില്ലേ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് ലൈക്ക് ഈ ടൈപ്പ് സ്പെക്സ് ഇത് കണ്ടില്ലേ, ഈ ടൈപ്പ് സ്പെക്സ് ഇങ്ങനെ മെറ്റലിൻ്റെ ഇങ്ങനെ വന്നിട്ടുള്ള ഈ സാധനമൊക്കെ വന്നിട്ടുള്ള സ്പെക്സ് യൂസ് ചെയ്യണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമായിരുന്നു. അപ്പോൾ ഇത് ഡെയിലി യൂസ് ചെയ്താൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഈ സാധനം ഉണ്ടല്ലോ സ്പെക്സിൻ്റെ ഇവിടെ വരുന്നത്, ഈ സാധനം മൂക്കിൻ്റെ ഇവിടെ വരുമ്പോൾ ലൈക്ക് ഇവിടെ ഇങ്ങനെ അടയാളം വരും. പിന്നെ അത് ബ്ലാക്കായി മൂക്കുമല്ല എന്തോ മാതിരി സ്പെക്സ് ഇട്ട് ഒരു അടയാളം വരണ്ടെന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഇങ്ങനത്തെ സ്പെക്സ് എടുക്കാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് എനിക്കാണ് മെറ്റൽ സ്പെക്സും വേണം. ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നത് ഇങ്ങനത്തെ അല്ല, ഇവിടെ ഇങ്ങനെ പ്ലാസ്റ്റിക് ആയിട്ടുള്ള എന്തായാലും പറയാം അങ്ങനത്തെ ഫ്രെയിമിൻ്റെതാണ് യൂസ് ചെയ്യില്ല. അതാകുമ്പോൾ യൂസ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം വരില്ല, ഇങ്ങനെ അടയാളം വരുന്ന ഇഷ്യൂ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കുറേ കാലമായിട്ട് അങ്ങനത്തെ അല്ലേ യൂസ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ പ്രാവശ്യം ഈ സ്പെക്സ് ആണ് സെലക്ട് ചെയ്തത്. അപ്പോൾ ലെൻസ് കാർട്ട് നട്ടോ മേടിച്ചത്. ഈ സംഭവം നൈസാണ്, എനിക്കിഷ്ടമാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് മൂക്കിനവിടെ എങ്ങനെ വേദന ആവും, എനിക്കിങ്ങനെ വേദന ആവും കുറേ. ഇങ്ങനെ എന്താ അറിയില്ല, ഇങ്ങനത്തെ യൂസ് ചെയ്യാനായിട്ടാണോ അറിയില്ല, എനിക്കെന്തോ ഒരു ബുദ്ധിമുട്ടാണ് ഇങ്ങനത്തെ സംഭവം വെക്കുമ്പോൾ. അപ്പം ഞാൻ എന്ത് ചെയ്ത്, ഓക്കെ ഇങ്ങനത്തതും വാങ്ങാം, നോർമൽ യൂസ് ചെയ്യുന്ന അങ്ങനത്തതും വാങ്ങാം. അതാകുമ്പോൾ എനിക്ക് ഡെയിലി അത് യൂസ് ചെയ്യാം, വേണ്ടപ്പോൾ സ്റ്റൈലിന് വേണ്ടി ഇതും വെക്കാം. അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ പ്രാവശ്യം 2 വാങ്ങിയത്. അപ്പോൾ ഞാൻ ഡെയിലി ഇപ്പോൾ
ക്ലാസ്സിന് പോവുകയാണെങ്കിലും എന്താ പറയുക, അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യുകയാണെങ്കിലും ഫോൺ യൂസ് ചെയ്യുകയാണെങ്കിലും കിടക്കുമ്പോഴാണെങ്കിലും ഇരിക്കുമ്പോഴാണെങ്കിലും നടക്കുമ്പോഴൊക്കെ ആണെങ്കിലും അതാണ് ഞാൻ യൂസ് ചെയ്യല്. ഇത് ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷന് അല്ലെങ്കിൽ മറ്റേ സ്പെക്സ് അവിടെ എവിടെയെങ്കിലും വെച്ച് മറന്നിട്ടുണ്ടെങ്കിൽ ഇതെടുക്കുക. അങ്ങനത്തെ ഒരു റഫ് യൂസിന് മാത്രം ഇത്, ഡെയിലി യൂസിന് അതുമായിരുന്നു ഞാൻ യൂസ് ചെയ്യലുണ്ടായിരുന്നത്. അപ്പോൾ അത് പോയപ്പം ഭയങ്കര സങ്കടമായി. യൂസ് ചെയ്ത് ഇപ്പം 2 കൊല്ലറ്റായി, 2 അല്ല 3 കൊല്ലറ്റാവാനായതുള്ളൂ അത് വാങ്ങിയിട്ട്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സാധനം, ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സാധനം നമ്മൾ കയ്യിൽ നിന്ന് പോവുകയാണെങ്കിൽ ലൈക്ക് ഒരു വിഷമല്ലേ. അപ്പോൾ ലൈക്ക് ഒരു വിഷമം പോയിട്ട് എന്താണെന്നറിയില്ല, കുറച്ചുകൂടി തിരയണം. ഇനി ഞാനിപ്പോൾ പോയിട്ട് ഇന്നലെ ഞാനെൻ്റെ കയ്യിൽ നിന്ന് പോയിന്ന് വിചാരിച്ചില്ല. ഞാൻ ക്ലാസ്സിലേക്ക് എന്താ പറയുക ബാഗിലിട്ട് കൊണ്ടുപോകലുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ എവിടെയും കാണാഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ബാഗിലുണ്ടാവുമെന്ന്. ഞാൻ അങ്ങനെ നോർമലി തിങ്ക് ചെയ്യല്, ബാഗിൽ കാണാഞ്ഞാൽ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും, ഇവിടെ കാണാഞ്ഞാൽ ബാഗിലുണ്ടാവും. അപ്പോൾ അന്ന് ഞാൻ വിചാരിച്ച് 2 ദിവസം മുന്നേ ബാഗിൽ എന്താ പറയുക ഉണ്ടാവും, ഇവിടെ കാണുന്നപ്പോൾ ഇവിടെ ഞാൻ ഇങ്ങനെ തിരഞ്ഞെടുന്നപ്പോൾ ഇവിടെ കാണുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് ബാഗിലുണ്ടാവുന്നത്. പക്ഷെ ഇന്നലെ ഞാൻ ബാഗ് എടുത്ത് നോക്കിയപ്പോൾ ബാഗിൽ സ്പെക്സ് കാണുന്നില്ല. തിരഞ്ഞപ്പോൾ ഞാൻ അവിടെ ഇവിടെ ഒക്കെ തിരഞ്ഞു, ബാഗിലെല്ലാം സിബുക്ക് ഓപ്പൺ ആക്കി ഞാൻ തിരഞ്ഞു നോക്കി, പക്ഷെ എവിടെയും കാണുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു അല്ല അന്ന് ഇവിടെയും കണ്ടിട്ടില്ല, അവിടെയും കാണില്ല. അപ്പം പിന്നെ ഇവിടെ ഉണ്ടാവും നോക്കി, ഇവിടെ ഫുൾ അരിച്ച് പെറുക്കി. അപ്പോൾ ഫുള്ള് നോക്കിയിട്ട് എവിടെയും കാണുന്നില്ല. അപ്പം എനിക്ക് ടെൻഷൻ വരാൻ തുടങ്ങി. അങ്ങനെ ഞാൻ കരയാൻ തുടങ്ങി, എൻ്റെ സ്പെക്സ് കാണുന്നില്ല. സാധാരണ എൻ്റെ സ്പെക്സ് ഞാൻ അവിടെ ഇവിടെ ഇടുമ്പോൾ ഇമ്മ എടുത്ത് വെക്കലുണ്ട്, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ചീത്ത പറഞ്ഞിട്ടെങ്കിൽ ഉമ്മ എടുത്ത് വെക്കലുണ്ട്. അപ്പോൾ ഞാൻ ഇമ്മ ഉറങ്ങണോടത്തുനിന്ന് ഇമ്മനെ ഞാൻ വിളിച്ച്, ഞാൻ TV കാണാൻ പോയിരുന്നു. അപ്പോഴാണ് ഈ സ്പെക്സ് വേണ്ട ആവശ്യം വന്നത്, ഡെയിലി യൂസ് ചെയ്യുന്ന സ്പെക്സ്. അപ്പോൾ തിരഞ്ഞപ്പോഴാണ് കാണാതായത്. ഉമ്മനെ വിളിച്ചപ്പോൾ ഉമ്മക്കും അറിയില്ല, ഉമ്മ എടുത്തു വെച്ചിട്ടില്ല. അതാണ് ഗൈസിൻ്റെ കഥ. അപ്പോൾ അനിയൻ എന്താ പറയുക, അനിയനും ഞാനും കൂടി ഇരുന്നിട്ട് എന്തെങ്കിലും മൂവി നെറ്റ്ഫ്ലിക്സിലിട്ട് കാണാൻ വിചാരിച്ച് നോക്കുമ്പോൾ ഇതെടുക്കാൻ പോയ അതിൻ്റെ സ്ഥാനത്ത് ഇത് വെക്കുന്ന സ്ഥലത്തന്നെ ഞാൻ വെക്കാറുണ്ടായിരുന്നത്. പക്ഷെ അവിടെ പോയപ്പോൾ ഇത് കാണുന്നില്ല. അപ്പോൾ മൂവി കാണാൻ വേണ്ടിയിട്ട് സ്പെക്സ് അന്വേഷിച്ചപ്പോഴാണ് എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ സ്പെക്സ് മിസ്സിങ് ആണെന്ന് എനിക്ക് മനസ്സിലായത്. 2-3 days ആയിട്ട് 3 ദിവസം ഇതുണ്ടായതുകൊണ്ട് ഞാൻ അതിന് മൈൻഡ് ചെയ്യില്ല. ചില ടൈമിൽ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ലൈക്ക് അവിടെ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടാവും, പെട്ടെന്ന് എടുത്താൽ കിട്ടുന്ന ഇട്ടിട്ട് അന്നേരം പോലാണ് ഞാൻ ചെയ്യല്. അപ്പോൾ എന്താ പറയുക, ഇന്നലെയാണ് മനസ്സിലായത് എൻ്റെ സ്പെക്സ് എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടെന്ന്. തിരഞ്ഞിട്ട് കാണുന്നുമില്ല, എവിടെ ആയിരിക്കോ എന്തോ. സോ ഗൈസ്, ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം, എൻ്റെ കാര്യത്തിൽ എനിക്ക് എൻ്റെ ശ്രദ്ധയില്ല. പക്ഷെ ഇത്രയും കാലമായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് സ്പെക്സ് മിസ്സായില്ല കേട്ടോ. ഞാൻ പറയട്ടെ, എനിക്കിപ്പോൾ എന്ത് ഫീൽ അറിയോ, ഇതുണ്ടായിട്ടല്ല ഇപ്പം ഞാൻ ഇങ്ങനെ നിൽക്കുന്നത്. ഞാൻ വിചാരിക്കാം ഇതും കൂടി ഇല്ലായിരുന്നെങ്കിൽ പോയി. എന്താ പറയാ, എനിക്കതിങ്ങനെ പോയപ്പോ ഇന്നലെ ലൈക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം നമ്മളെ കൈ വിണ്ട് പോയപ്പോ സംഭവം ഓക്കെ, സ്പെക്സ് ആണ്, വാങ്ങിയാൽ കിട്ടും, അതൊക്കെ അറിയാം. പക്ഷെ നോർമലി ഇന്ന് സ്പെക്സ് ഞാൻ പൊട്ടിച്ച് കളയേ, താഴെ വീണ് പൊട്ടേ, അല്ലെങ്കിൽ പവർ പോവേ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടായിരിക്കും. അതിൻ്റെ കാലാവധി കഴിഞ്ഞിട്ടായിരിക്കും ഞാനത് കളഞ്ഞിട്ടില്ല ഇതുവരെ. എൻ്റെ സ്പെക്സ് ഞാൻ യൂസ് ചെയ്ത എല്ലാ സ്പെക്സും എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അങ്ങനെ ആയിരിക്കും ഞാൻ പുതിയ സ്പെക്സിലോട്ട് മാറാം. പക്ഷെ ഇത് കയ്യിൽ നിന്ന് മിസ്സായപ്പോൾ എന്നാലും നല്ല സങ്കടം വന്ന്. ഇതുണ്ടായിട്ട് ഓക്കെ കുഴപ്പമില്ല, ബട്ട് ഐ ഫീൽ എങ്ങനെയാണോ എൻ്റെ കണ്ണിൻ്റെ അടുത്ത് നിന്ന് മിസ്സായ പോലെ എൻ്റെ ഒരു പാട്ട് എൻ്റെ അടുത്ത് നിന്ന് മിസ്സായ ഒരു ഫീലിംഗ്. ഗൈസ്, നിങ്ങൾക്ക് ആർക്കും അങ്ങനെ ഉണ്ടോ? ലൈക്ക് നിങ്ങളെ ഇഷ്ടപ്പെട്ട സാധനം എന്തെങ്കിലും ലൈക്ക് കാണാതെ പോയിട്ട് എൻ്റെ ലൈക്ക് നമ്മുടെ എന്തെങ്കിലും ഒരു പാട്ട് മിസ്സായ പോലെ എന്തെങ്കിലും ഫീൽ ഉണ്ടോ? എനിക്കിങ്ങനെ എൻ്റെ കണ്ണ് മിസ്സായ ഒരു ഫീൽ എന്താണെന്നറിയില്ല. എനിക്കത് അത്രയും ഇഷ്ടമായിട്ടാണോ എന്നറിയില്ല, ബട്ട് ഐ ഫീൽ വെരി സാഡ് ഗൈസ്. എനിക്ക് നല്ല സങ്കടമുണ്ട്, ഇപ്പോഴും സങ്കടമുണ്ട്. കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നുണ്ട്. എൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ
അപ്പോൾ ഇതിൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിരുന്നു. അപ്പോൾ ഞാൻ ഇതിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കും. വേറെ എവിടെയല്ല, എൻ്റെ വീട്ടിൽ. ഞാൻ ഇങ്ങനെ മിനിറ്റിന് ഇത്രയും നേരമായിട്ട് ഞാൻ ഇങ്ങനെ മിനിറ്റ് കൂടുമ്പോൾ അവിടെ ഇവിടെയൊക്കെ പോകുമ്പോൾ ഞാൻ ഇങ്ങനെ തിരഞ്ഞ് നടക്കുക, അവിടെ എവിടെയെങ്കിലും ഉണ്ടോ. പിന്നെന്താ എനിക്ക് ഒരു ഇതെന്നുള്ള വെച്ചാൽ ഞാൻ തന്നെ നല്ലോണം എവിടെയെങ്കിലും എടുത്ത് വെച്ചിട്ട് ഞാൻ തന്നെ മറന്നു പോകുന്നൊരു അസുഖമുണ്ടോ എനിക്ക്. അപ്പോൾ അങ്ങനെ വല്ലതും ആണോ ഇനി അതറിയില്ല. ഞാൻ തന്നെ ചിലപ്പോൾ നല്ല എവിടെ എടുത്ത് വെച്ചിട്ടുണ്ടാവും. എനിക്ക് അറിയില്ല എന്താണെങ്കിലും. സാധാരണ വെക്കുന്ന എല്ലാ സ്ഥലവും ഞാൻ നോക്കി, ഇവിടെ ഇല്ല. ഞാൻ പറയട്ടെ, സ്പെക്സ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഡെയിലി യൂസ് ചെയ്യുന്ന എന്തെങ്കിലും സാധനത്തിന് മുകളിൽ ഇങ്ങനെ ചിപ്പോ വല്ലതും ഉണ്ടെങ്കിൽ ഈ കാറിൽ GPS ഒക്കെ വെക്കുന്ന പോലെ എന്താ പറയുക, സ്പെക്സിൻ്റെ മുകളിൽ അങ്ങനെ എന്തെങ്കിലും സാധനം ഫിറ്റ് ചെയ്ത് ഫോണിലൊക്കെ കണക്ട് ആക്കുന്ന അതൊക്കെ ഉണ്ടെങ്കിൽ അതൊരു അടിപൊളിയായിട്ടാണ്. അങ്ങനത്തെ സാധനം എനിക്ക് അറിയണമെങ്കിൽ ഉണ്ടെങ്കിൽ കാര്യമാണെങ്കിൽ ഞാൻ എന്താണെങ്കിലും എൻ്റെ സ്പെക്സിനെ വെക്കും. എനിക്ക് വലിയ തിരഞ്ഞെടുക്കാൻ. അതാകുമ്പോൾ ഫോണിലുണ്ടെങ്കിൽ ഫോണിൽ അത് കണക്ട് ആക്കിയാൽ നമുക്കറിയാലോ എവിടെയാണ് വെച്ചതെന്ന്. സ്പെക്സ് വെക്കുന്ന ആളുമായിട്ട് റിലേറ്റ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ബിക്കോസ് എങ്ങനെയാന്ന് വെച്ചാൽ എന്താന്ന് വെച്ചാൽ ഞാൻ എൻ്റെ സ്പെക്ക് അവിടെ വെക്കും, ഇവിടെ വെക്കും, മറ്റടുത്ത് വെക്കും. എന്നിട്ട് ഞാൻ ഇങ്ങനെ തപ്പും, അവിടെ ഇവിടെ വെച്ചിട്ട് ഞാൻ തന്നെ തപ്പും. എന്നിട്ട് ആരെങ്കിലും കൊണ്ടു തന്നാൽ ഞാനത് എടുക്കും. അനിയത്തിയോ അതാ ഇവിടെ കിടക്കണം, ഇതാ അവിടെ കിടക്കണം. അപ്പോൾ എല്ലാവർക്കും അത് റിലേറ്റ് ചെയ്തുള്ള ഗൈസ്. സ്പെക്സ് നമ്മൾ അവിടെ ഇവിടെ വെച്ച് മറന്നു പോകുന്നത്. സോ ഞാൻ പറയുന്ന എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ വല്ല ചിപ്പോ എന്തെങ്കിലും ഇറക്കിയിടുക. ഈ സ്പെക്സിൻ്റെ ഫ്രെയിമിൻ്റെ കൂടെ തന്നെ അത് വരികയാണെങ്കിൽ അടിപൊളിയായിരിക്കും. ആ ഒരു കണക്ഷൻ ബ്ലൂടൂത്തോ എന്തെങ്കിലും എനിക്കറിയില്ല, എന്താ എൻ്റെ ഒരു ഇത് പറഞ്ഞതല്ലോ കേട്ടോ ഗൈസ്. അത് വരികയാണെങ്കിൽ ഇന്നെൻ്റെ സ്പെക്സ് എനിക്ക് മിസ്സാവില്ലായിരുന്നു. നല്ല സാധനമായിരുന്നു, നല്ല പൈസൻ്റെ സാധനമായിരുന്നു. ഇപ്പം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ കൊല്ലൂല, വഴക്ക് പറയും. ഇത് എന്താ അറിയോ, ഞാൻ ഈ 2 സ്പെക്സ് വാങ്ങിയപ്പോൾ തന്നെ ഇപ്പം ചോദിച്ചിട്ടുണ്ട് ഇച്ചെൻ്റെ സ്പെക്സ് തിന്നാണ്. ബിക്കോസ് ഇപ്പം പോകാൻ നേരം ഞാനും ഇപ്പം കൂടിയാണ് ഒപ്പരം സ്പെക്സ് വാങ്ങിയത്. ഇപ്പം എൻ്റെ സ്പെക്സ് ഇതുവരെയായിട്ട് ഒന്നും ആയിട്ടില്ല, അങ്ങനെ തന്നെ ഉണ്ട്. പക്ഷെ ഞാനാണിങ്ങനെ മറ്റേ കുറച്ച് കാലം കൂടി ആവാതെ സ്പെക്സ് ഇങ്ങനെ മാറ്റിക്കൊണ്ട് നിൽക്കുന്നത്. അപ്പം അന്ന് ഇതെടുക്കുമ്പോൾ എന്നോട് ചോദിച്ചു എന്തിന് പൈസ വയ്ക്കുമ്പോൾ ഇപ്പം ചോദിച്ചു ഇജെന്താ സ്പെക്സ് തിന്നാണ്, എൻ്റെ ഒന്നും ആയില്ലല്ലോ എന്ന്. ഇപ്പം ഇതും കൂടി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വിശേഷമായി കാണാതായിരുന്നു പറഞ്ഞാൽ. ഇത് രണ്ടും കൂടി നല്ല എക്സ്പെൻസ് ആയിട്ടുണ്ട്. എനിക്ക് 8K എന്തോ ആയിട്ടുണ്ട്. ഓർമ്മയ്ക്ക് നല്ല ഉറപ്പാണ്. ബിക്കോസ് രണ്ടും കൂടി എന്ത് ചെയ്യുന്നു, ലെൻസ് കാർട്ടിനാണ് മേടിച്ചത്. അപ്പം ഇതിൻ്റെ ലെൻസിനാണ് നല്ല ഇതുണ്ടല്ലോ, ഈ ഗ്ലാസ് അതിനാണ് അത്യാവശ്യം പ്രൈസ് വരുന്നത്. ഫ്രെയിമിന് അത്ര പൈസ ഇല്ല. മറ്റേ ഫ്രെയിമിന് എന്തോ വില കുറവ്, ഇതിനെന്തോ 1000 അങ്ങനെ എന്തോ സംതിങ് ഉള്ളൂ. ഈ ലെൻസ് വരുമ്പോൾ ആണ് അതിന് ക്യാഷ് കൂടുതലാവുന്നത്. അപ്പോൾ രണ്ടും കൂടി 8K ആണ് ഞാൻ മേടിച്ചപ്പോൾ ആയിരുന്നത്. മിസ്സായിട്ട് എനിക്ക് ഭയങ്കര സങ്കടമാവും കേട്ടോ. ഇനി അതുപോലെ ഒന്ന് കിട്ടണം, അത്രയും പൈസ കൊടുക്കട്ടെ. എനിക്കിനി പൈസ ഇല്ല കൊടുക്കാൻ, നമ്മതില്ല ഉറപ്പാണ്. ഇനി ഇതിൽ തന്നെ അങ്ങോട്ട് പോയിക്കോന്ന്. എനിക്കിത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റില്ല ഈ സാധനം. എനിക്ക് ഡെയിലി കഴിയില്ല. എനിക്ക് ഇങ്ങനത്തെ സാധനം ഉള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഗാന്ധിജിൻ്റെ കണ്ണട പോലത്തെ സാധനം. അയ്യോ, ഇങ്ങനത്തെ സാധനം ഉള്ളത് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. എനിക്കിങ്ങനെ വേദന പോലെ അല്ലെങ്കിൽ ഇടാണ്ടതായിട്ടാണോ അറിയുന്നത്, വേദന പോലെ അല്ലെങ്കിൽ എന്താ പറയുക, ഇങ്ങനെ അടയാളം വരുമ്പോൾ എനിക്കങ്ങനെ ഇറിറ്റേറ്റ് ആവും. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇന്നെന്താ കണ്ണടൊക്കെ ഇട്ട് വന്നതെന്ന്. ഞാനത് പറയാനും കൂടിയാണ് വന്നത്. പിന്നെ പോരാത്തതിന് ഇപ്പം ഞാൻ ഈ കണ്ണട നല്ലോണം എൻ്റെ കുട്ടീനെ കൊണ്ടെടുക്കുന്ന പോലെ ഞാൻ കൊണ്ടെടുക്കുന്നുണ്ട്. ഇതും കൂടി പോയാൽ എനിക്ക് പിന്നെ കണ്ണ് കാണില്ല. ഇതും കൂടി പോയിട്ട് എനിക്ക് സങ്കടപ്പെടാൻ വയ്യ. ഇന്നത്തെ വീഡിയോ എൻ്റെ ഈ വിഷമകരമായ അറിയില്ല ഒരു വീഡിയോ ആണ്. എൻ്റെ സ്പെക്സ് പോയ ഒരു സങ്കടത്തിലാണ് ഞാൻ. ഗൈസ് എല്ലാവരും പ്രാർത്ഥിക്കുക എൻ്റെ സ്പെക്സ് എനിക്ക് തിരിച്ചു കിട്ടാം. വേറെ സ്പെക്സ് എനിക്ക് വാങ്ങാം, ബട്ട് ആ ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടല്ലോ അതൊക്കെ കഴിഞ്ഞില്ല മറ്റേ സ്പെക്സുമായിട്ട്. സോ അതാണ്. സോ ഗൈസ് ഇന്നത്തെ വീഡിയോ ഈസ് അബൌട്ട് മൈ സ്പെക്സ്. പിന്നെന്താ പറയുക, ഗൈസ് എൻ്റെ സ്പെക്സ് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ നിങ്ങൾ മുന്നത്തെ ഏതെങ്കിലും വീഡിയോ എടുത്ത് കണ്ടാൽ മതി. അപ്പോൾ നമുക്ക് വ്യൂസും കിട്ടുമല്ലോ. ഇതിൽ ഞാൻ ഇവിടെ താഴെ കൊടുക്കാം. ഇതാണ് എൻ്റെ സ്പെക്സ് എന്ന് പറഞ്ഞിട്ട്.
ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ ആടുന്നത് ഞാൻ വിചാരിക്കാം. എനിക്കറിയില്ല എന്താണെങ്കിലും എൻ്റെ സ്പെക്സ് പോയ വിഷമത്തിൽ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഐ റിയലി മിസ്. ഓക്കെ, ഞാൻ ശരിക്കും കരഞ്ഞിട്ടോ. ഇന്നലെ ഞാൻ ശരിക്കും ഏങ്ങി കരഞ്ഞു, എൻ്റെ സ്പെക്സ് കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട്. ഇത് പവറുള്ള സ്പെക്സ് ആട്ടോ. എൻ്റെ ഐ പവർ എന്താണെന്ന് എനിക്കറിയില്ല. എനിക്ക് ലോങ് സൈറ്റ് ഇഷ്യൂ ഉണ്ടായിട്ടാണ് ഞാൻ സ്പെക്സ് വെക്കുന്നത്. എൻ്റെ സ്പെക്സ് വെക്കാൻ തുടങ്ങിയ കഥ ഞങ്ങൾക്ക് പറഞ്ഞിട്ട്